അങ്ങനെ നമ്മുടെ പ്രേമചന്ദ്രൻ, എൻ കെ പ്രേമചന്ദ്രൻ ഒരു ഡീസന്റ് എം പിയാണ്, മുൻ മന്ത്രിയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ പല പ്രാവശ്യം അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വലിയ ഒരു പാർലമെന്റേറിയനാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ജയിച്ചത് മുതൽ അദ്ദേഹം വളരെ ജില്ലാ പഞ്ചായത്ത് അംഗമോ മറ്റോ ആയിരുന്നു തുടക്കം. അവിടെ മുതൽ വളരെ വളരെ വലിയ ഒരു പാർലമെന്റ് ഇതുവരെ തോറ്റിട്ടുമില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അദ്ദേഹം അരസംഖ്യയായി, മുക്കാസംഖ്യയായി, മുഴുസംഖ്യയായി. ഇന്നലെ ഫുൾ അദ്ദേഹം സംഖ്യയായിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അദ്ദേഹം സംഘി 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 സംഘി. ഈ സംഘി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അരസംഖ്യയും മുക്കാൽ സംഖ്യയും മുഴുസംഖ്യയും ആക്കിയവരെല്ലാം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ 200ഓളം 175ഓളം വണ്ടി കൊണ്ടുവരുന്ന സ്ഥലത്ത് കാർ കൊണ്ടിടത്തില്ലേ? 10-200ഓളം ബൈക്ക് വയ്ക്കാൻ പറ്റുന്ന സ്ഥലത്ത് ബൈക്ക് വയ്ക്കത്തില്ലേ? ബൈക്കും വയ്ക്കും, കാറും വയ്ക്കും. പക്ഷെ അതിനു വേണ്ടി നല്ല ഒരു എം പി ആയി നിന്ന് പ്രവർത്തിച്ച് അത് കൊണ്ടുവന്ന എം പിക്ക് തെറി. അവർ സംഘിയാക്കും, അങ്കിൽ കൊങ്ങയാക്കും, സുഡാപ്പിയാക്കും, എന്തെങ്കിലും ആക്കും, മനുഷ്യനെ വൃത്തികേടാക്കും. ഇത്രയും വൃത്തികെട്ടൊരു സംസ്കാരമുള്ളൊരു സമൂഹം എൻ കെ പ്രേമചന്ദ്രൻ്റെ കൂടി പ്രവർത്തന ഫലമായിട്ടല്ലേ? ഒരുപാട് എം പിമാരുണ്ടല്ലോ കേരളത്തിൽ, 20 എം പിമാരില്ലേ? പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ്റെ അശ്രാന്തമായ പരിശ്രമം കൊണ്ടല്ലേ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് പോകുന്നത്. കൊല്ലം ബൈപ്പാസ് 38 വർഷമാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കാതെ കിടന്നത്, അതിൻ്റെ പണി പൂർത്തിയാവാതെ കിടന്നത്. നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രിയാവുന്നു, എൻ കെ പ്രേമചന്ദ്രൻ്റെ ശക്തമായ നിരന്തരമായ ഇടപെടൽ വരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ അത് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഉദ്ഘാടനത്തിനും എൻ കെ പ്രേമചന്ദ്രനെ സംഘി എന്ന് വിളിച്ചു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇന്നലത്തെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെടുത്തി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അത് മുമ്പും ചില വിഷയങ്ങൾ പറഞ്ഞു. അദ്ദേഹം തൃശ്ശൂരിലെ എം പി കൂടെയാണ്. എം പി ഫണ്ട് ചിലവാക്കുന്നത് ജില്ലാ കളക്ടർമാരാണ്. നേരിട്ട് എം പിമാർക്ക് ഫണ്ട് ചിലവാക്കാൻ കഴിയില്ല. അവർക്ക് ഫണ്ട് വച്ചിരിക്കാനേ കഴിയുള്ളൂ. ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഫണ്ട് പ്രപ്പോസൽ അനുസരിച്ച് കൊടുക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ആരോഗ്യ വകുപ്പിന് വേണ്ടി തൃശ്ശൂരിലെ ഹോസ്പിറ്റലിന് വേണ്ടി പണം കൊടുക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ട് ആ പണം വാങ്ങി ചെയ്യാനുള്ള അനുവാദം ആരോഗ്യവകുപ്പ് കൊടുക്കുന്നില്ല. വീണ ജോർജാണ് പ്രതി. ശരിക്കും വീണ ജോർജെ, നിങ്ങളൊക്കെ ഈ വലിയ ദുരന്തമാണ്. എത്ര ജന്മം നിങ്ങൾക്ക് പാപം കിട്ടിയാലും, എത്ര ജന്മം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾക്കും തലമുറകളും മുടിഞ്ഞോണ്ട് പോയി പാപം കൊണ്ട് മുടിയും. കാരണം ഇപ്പുറത്ത് ഹോസ്പിറ്റലിലാണ് ഈ ഗുണം കിട്ടുന്നത്. അത് സുരേഷ് ഗോപിയുടെ ഫണ്ടല്ല. സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിച്ചു കൊണ്ടുവന്ന പൈസയല്ല. ഈ രാജ്യത്തെ വീണ ജോർജ്, ഞാനും നിങ്ങളും നികുതി കൊടുക്കുന്ന ടാക്സിൽ നിന്ന് GST എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് പിടിക്കുന്ന പണത്തിൻ്റെ ഒരു പങ്കാണ്, സ്റ്റേറ്റിന് അവകാശപ്പെട്ട ഒരു പൈസയാണ് എം പി ഫണ്ട് വഴി ഇവിടെ വരുന്നത്. ഇന്ത്യയിലെ 10-400 വരുന്ന എല്ലാ എം പിമാർക്കും കൊടുക്കുന്നതിൻ്റെ എം പി ഫണ്ടിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു കാര്യം എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തായിരുന്നു. അശ്വിനി വൈഷ്ണവിനെ വല്ലാതെ ഉയർത്തി പറഞ്ഞു. കേരളത്തിലെ റെയിൽവേ വികസനമാകട്ടെ, വടകര സ്റ്റേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയിരുന്നതാണ്. എത്ര മനോഹരമായിരിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേഷനുകൾ, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം അന്താരാഷ്ട്ര വളരെ വലിയ നിലവാരത്തിലേക്ക് മാറുകയാണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴാണ് വലിയ വികസനം കാണുന്നത്, അവിടെ വലിയ വൃത്തിയും വികസനവും. ഇന്നലെ മറ്റൊരു പ്രഖ്യാപനം നടത്തി അശ്വിനി വൈഷ്ണവ്, അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രഖ്യാപനമാണ്. ഓരോ 1.5 മണിക്കൂറിലും ട്രെയിൻ ക്ലീൻ ചെയ്യും. സാധാരണ ട്രെയിനിൽ പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരുവിധം സാധാരണപ്പെട്ട ആളുകളൊക്കെയാണ് കയറുന്നത്. അവരങ്ങനെ വളരെ വേറൊരു തരത്തിലുള്ള ലൈഫൊക്കെ നയിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ സാധാരണ ആളുകളാണല്ലോ. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ബാത്റൂമുകൾ, അതുപോലെ തന്നെ റെയിൽവേ ഈ കോച്ചുകളിലൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് ഇടുക, ഈ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ റാപ്പർ ഇടുക, മുട്ടായിയുടെ റാപ്പർ ഇടുക, അത് കഴിഞ്ഞാൽ അവിടുത്തെ ബാത്റൂമിൽ കൃത്യമായി വെള്ളം ഒഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും. ഓരോ 1.5 മണിക്കൂറിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി മോണിറ്ററിംഗ് സംവിധാനം വെച്ചുകൊണ്ട് 1.5 മണിക്കൂർ ഇടവേളകളിൽ റെയിൽവേ ക്ലീൻ ചെയ്യും. ലോക റെയിൽവേയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. ഇന്നലെ അശ്വിനി വൈഷ്ണവ് അത് പ്രഖ്യാപിച്ചു. അശ്വിനി വൈഷ്ണവ് ആരാണെന്നറിയണം. അദ്ദേഹം ഒരു IAS കാരനായിരുന്നു. IAS നിന്നാണ് ഇവിടെ വന്നത്. ഇന്ത്യയിൽ വന്ദേ ഭാരത് കൊണ്ടുവന്നു, പിന്നെ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവന്നു, ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കി കൊടുക്കുന്നു.
ജപ്പാനിൽ നിന്ന് കേരയിലിൻ്റെ കളഞ്ഞ കണ്ടം വച്ച ട്രെയിനുകളുടെ ബോഗികൾ വാങ്ങാൻ തീരുമാനിച്ച കേരയിൽ പദ്ധതിയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ആവശ്യമായ ഹൈഡ്രജൻ ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിനുകളും ആസാമിലും കാശ്മീരിലും അങ്ങനെ സേതു ഹിമാചലം വലിയ റെയിൽവേ വികസനം നടത്തുന്ന ഒരു മന്ത്രിയാണ് അശ്വനി വൈഷ്ണവ്. എത്ര കോടി രൂപയാണ് കേരളത്തിൽ ശബരി റെയിൽവേ, അങ്കമാലി റെയിൽവേ, എന്തെല്ലാം വലിയ വലിയ പദ്ധതികളാണ് തരുന്നത്. അങ്ങനെ തരുന്ന പദ്ധതികൾ വാങ്ങിയെടുത്ത് അത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കണ്ടേ? അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും പൊതുപ്പണമല്ലേ, ടാക്സിൻ്റെ പണമല്ലേ എന്ന് നിശ്ചയിക്കണ്ടേ? കഷ്ടമാണ്. മധുരയ്ക്കും തിരുവനന്തപുരത്തിനും ഒരേ സമയമാണ് 2017 എയിംസ് പ്രഖ്യാപിച്ചത്. മധുരയിൽ എയിംസ് തുടങ്ങി, നമ്മളിപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. നമ്മൾ 200 ഏക്കർ സ്ഥലം 3-4 സ്ഥലം എടുത്ത് കൊടുക്കണം, നമ്മൾ എടുത്ത് കൊടുക്കില്ല. 150 ഏക്കർ സ്ഥലം കിനാനൂരിൽ കോഴിക്കോട് കൊടുത്തു, അതുകൊണ്ട് തികയില്ല. ഒരു കാരണവശാലും അത് പ്രോസസ്സ് ചെയ്താൽ ഫയൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. 200 ഏക്കർ വേണം, മിനിമം 3 സ്ഥലം വേണം, അല്ലെങ്കിൽ 4 സ്ഥലം വേണം. അത് അവിടെ റോഡ് അക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം, വൈദ്യുതി ഉണ്ടായിരിക്കണം, വാട്ടർ കണക്ഷൻ ഉണ്ടായിരിക്കണം, ചില മിനിമം കണ്ടീഷൻസ് ഉണ്ട്. ഒരു വലിയ ഹോസ്പിറ്റൽ, വലിയ സംവിധാനം, അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു വലിയ സംവിധാനമാണല്ലോ വരുന്നത്. അപ്പം മിനിമം ഫെസിലിറ്റി ആവശ്യമുണ്ട്. അതുള്ളത് എടുത്ത് കൊടുക്കില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജില്ലയിൽ നെടുമങ്ങാട് കുറേ സ്ഥലം എടുത്ത് കൊടുക്കാൻ, ഓഫ് ക്യാമ്പസിന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അതെടുത്ത് കൊടുക്കത്തില്ല. കൊല്ലം ആശ്രാമ മൈതാനത്തെ ESI ഹോസ്പിറ്റൽ, അതും NK പ്രേമചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. NK പ്രേമചന്ദ്രന് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളത് കൊണ്ട് കൊല്ലം ആശ്രാമ മൈതാനത്തെ കശുവണ്ടി ഫാക്ടറിയിൽ പണിയെടുക്കുന്ന 50ഓളം സ്ത്രീകളിൽ 25ഓളം സ്ത്രീകളുടെ മക്കൾക്ക് നേരിട്ട് പഠിക്കാൻ കഴിയുന്ന മെഡിക്കൽ കോളേജ്, വലിയ തോതിൽ ESIക്കാർക്ക് ചികിത്സ നടത്താൻ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശ്രമം മെഡിക്കൽ കോളേജിനനുബന്ധിച്ച് ESI ഹോസ്പിറ്റലിനനുബന്ധിച്ച് വരാൻ സമ്മതിക്കത്തില്ല. അത് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാലഘട്ടത്തിലെ ദുരന്തമാണ് മന്ത്രിമാർ. ഒരു മന്ത്രിയും ഇങ്ങനെ ചെയ്യില്ല. ശൈലജ ടീച്ചറാണെങ്കിലും ഇങ്ങനെ, അവർ കുറേ തൊഴിലുറപ്പെന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നുണ്ടെങ്കിൽ അവരാണെങ്കിലും ഇങ്ങനെ ചെയ്യത്തില്ല. ഒരു മന്ത്രിയും ഇങ്ങനെ ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ദുരന്തമാണ്. നിങ്ങളുടെ ഒരു പ്രശ്നം, എല്ലാ വികസനവും നിങ്ങൾക്ക് നടപ്പിലാക്കണം. മറ്റൊരാളും ഒരു വികസനവും നടപ്പിലാക്കാൻ പാടില്ല, മറ്റൊരാളിനും ഒരു ക്രെഡിറ്റും കിട്ടാൻ പാടില്ല, അങ്ങനെ ഒരു വികസനവും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റായി നിങ്ങൾ ജനവിരുദ്ധരാണ്, ജനങ്ങൾക്കെതിരാണ്. ഇവിടുത്തെ നിരാലംബരായ, നിരാശ്രരായ ആയിരക്കണക്കിന് രോഗികളുടെ ശാപവും പാപവും വീണ ജോർജെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.